വർക്കല ബീച്ചും ക്ലിഫുമെല്ലാം ഒരു ഗോവൻ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര വർക്കല ബീച്ചിലോട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇന്ന് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പാപനാശം ബീച്ച് എന്ന പേരിലും വർക്കല ബീച്ച് അറിയപ്പെടുന്നുണ്ട്. കൊല്ലത്ത് നിന്നും തീരദേശ റോഡ് വഴിയാണ് നമ്മൾ വർക്കലയിലോട്ട് പോയത്. കടലിൻ്റെ സൈഡിലൂടെയുള്ള ഈ യാത്ര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വർക്കലയിൽ സ്റ്റേ ചെയ്യുന്നത് ഈ കാണുന്ന കൃഷ്ണതീരം അയൂർ ഹോളി ബീച്ച് റിസോർട്ടിലാണ്. റൂമെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി റിസോർട്ടുകളുണ്ട് ഇപ്പോൾ വർക്കല ക്ലിഫിൽ. ഇവയിൽ പല റിസോർട്ടുകളും കടലിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മിക്കതിലും സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയും ഉണ്ട്. ഇത്തരത്തിൽ കടലിനോട് ചേർന്നുള്ള റിസോർട്ടുകളും സ്വിമ്മിംഗ് പൂളുകളുമെല്ലാം നമ്മളെ മറ്റു പല വിദേശ രാജ്യങ്ങളെയും ഓർമ്മപ്പെടുത്തും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്കല ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്രയധികം റിസോർട്ടുകളോ കടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല വർക്കല ക്ലിഫിൽ. വർക്കല ബീച്ചും ക്ലിഫുമെല്ലാം ഒരു ഗോവൻ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അധികം വൈകാതെ തന്നെ പൂർണ്ണമായും ഒരു ഗോവൻ രീതിയിലുള്ള ബീച്ച് കൾച്ചർ ഇവിടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് ഇത്രയധികം പാറക്കെട്ടുകളുള്ള ഒരേ ഒരു ബീച്ചാണ് വർക്കല. പാരാസെയിലിംഗ്, ജെറ്റിംഗ്, കുതിര സഫാരി, ബോട്ട് സഫാരി തുടങ്ങിയ സാഹസിക വിനോദങ്ങളും ഇപ്പോൾ വർക്കല ബീച്ചിലുണ്ട്. കൂടാതെ ഇവിടെ നിരവധി ഭക്ഷണശാലകളും കഫേകളുമുണ്ട്. പക്ഷേ ഗോവയിലെ പോലെ മദ്യം ലഭ്യമല്ല ഇവിടെയൊന്നും. വർക്കല ബീച്ചിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ശിവഗിരി കുന്നിന് മുകളിലാണ് ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ബീച്ചിനടുത്ത് ഒരു ജനാർദ്ദന സ്വാമി ക്ഷേത്രവും കൂടിയുണ്ട്. ഗോവയിലിതുപോലെ നൈറ്റ് ലൈഫും ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കല ബീച്ചിൽ. ചെറിയ തോതിലുള്ള DJ പാർട്ടിയും മറ്റും ഇപ്പോൾ ഇവിടെയുണ്ട്. വർക്കല ക്ലിഫിൻ്റെ സൈഡിലൂടെയുള്ള ഈ വഴിയിലൂടെ ഏതാണ്ട് 1.5-2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വർക്കല ബീച്ചിൻ്റെ പ്രധാന എൻട്രൻസിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. താഴെ കടലിൻ്റെ ഭംഗിയും കണ്ട് വർക്കല ക്ലിഫിലൂടെയുള്ള ഈ നടത്തം അതിഗംഭീരമായൊരു എക്സ്പീരിയൻസ് ആണ്. ക്ലിഫിലൂടെ നടക്കുമ്പോൾ നമുക്ക് നിരവധിയായിട്ടുള്ള റിസോർട്ടുകളും സ്പാകളും കാണാൻ സാധിക്കും. കൂടാതെ നിരവധി കടകളുമുണ്ട്. നമ്മൾക്ക് ആവശ്യാനുസരണം വസ്ത്രങ്ങളും മറ്റും ഇവിടെ നിന്നും വാങ്ങിക്കാനും സാധിക്കും. ഈ ക്ലിഫിലൂടെ നടക്കുമ്പോൾ തോന്നിയത് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നതായിട്ടാണ് തോന്നിയത്. നല്ല രീതിയിലുള്ള നടപ്പാത കെട്ടുകയും കൈവരികളെല്ലാം വെച്ച് കെട്ടി സൈഡിലുള്ള കടയെല്ലാം ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാക്കി കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഇത്രയും മനോഹരമായ ഒരു കടൽ തീര കാഴ്ചയുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് പറയാം. വർക്കല ക്ലിഫിലൂടെയുള്ള ഈ വഴിക്ക് താരതമ്യേന വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് സൈഡിലോട്ടൊന്നും പോകരുത്. ഇത്തവണത്തെ മഴയിൽ വർക്കല ക്ലിഫിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുകയുണ്ടായി.
വർക്കല ക്ലിഫിൻ്റെ ഈ ഭാഗമാണ് ഇത്തവണത്തെ മഴയിൽ ഇടിഞ്ഞു വീണത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.